സോ നമുക്കറിയാം ഈ കഴുത്തിലെ മുഴകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് മുഴകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ വലിയ വലിയ സർജറി ചെയ്ത് അത് നീക്കം ചെയ്യുന്നതിന് പേടിയൊക്കെയാണ്. പക്ഷേ നമുക്കിത് ഈ സർജറിയോ അല്ലെങ്കിൽ വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലാതെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കാൻ പറ്റും? ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ വന്നിട്ടുള്ള ഈ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്നാണ് ഈ തൈറോയിഡിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ. അത് 2 ഓപ്ഷൻസാണ് ഉള്ളത് തൈറോയിഡ് ഓക്കെ. മുഴകൾക്കുള്ള. തൈറോയിഡ് മുഴകൾ ഭയങ്കര വലുതല്ല, ഒരു വോളിയം സൈസ് ഒരു 25 cc അത്രയൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് അത് അബ്ലേഷൻ എന്ന് പറയും. നമ്മൾ ചെറിയ നീഡിൽ വെച്ച് ചെറിയ ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമ്മൾ FNAC ഒക്കെ എടുക്കുന്ന പോലെ ആ ഭാഗം മരവിപ്പിച്ച് ആ മുഴ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മുഴകളുണ്ടാവില്ല, ആ മുഴയെ മാത്രം ട്രീറ്റ് ചെയ്ത് ചുരുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് OP ബേസിസിൽ വന്നിട്ട് ചെയ്ത് പോകാവുന്ന ടൈപ്പ് പ്രൊസീജിയേഴ്സാണ്. വേറെ പ്രത്യേക റെസ്റ്റിനൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് കാണാം ചില ആൾക്കാരിൽ, പ്രായമായ ആൾക്കാരൊക്കെ ചിലവർ കാണാം ഒരു വർഷങ്ങൾ ആയിട്ടുള്ള മുഴകൾ. ഇപ്പോൾ നമ്മൾ കഴുത്തിൽ വലിയ മുഴയായിട്ട് കാണാം. അതെ. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് അതിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടാവും. അവർക്ക് സർജറിക്ക് പേടിയുണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കാണും. ഇങ്ങനത്തെ മുഴകളാണെങ്കിൽ പോലും നമുക്ക് അത് ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ചുരുക്കാൻ പറ്റും. അത് എംബോളൈസേഷൻ എന്ന് പറയും. നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ചെറിയ ഞരമ്പിലൂടെ നമ്മൾ പോയി ഈ മുഴകൾക്ക് രക്തോട്ടം കൊടുക്കുന്ന രക്തക്കുഴലുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ. ഒബ്വിയസ്ലി രക്തം കിട്ടാതാവുമ്പോൾ അത് അത് സെൽസ് ചുരുങ്ങും. ഡിസ്ട്രോയ് ആയി അത് ചുരുങ്ങാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ ചുരുങ്ങി ചുരുങ്ങി നമുക്ക് വലിയ നെഞ്ചിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള മുഴകളാണെങ്കിലും അത് കുറച്ചൊരു 3 to 6 months എടുത്ത് അത് ചുരുങ്ങി കഴുത്തിലോട്ട് വരും. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി അത് പുറത്തോട്ടൊരു വിസിബിളി ഒരു സ്വെല്ലിങ് ആയിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ഭാഗം ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ ചുരുക്കുക. അതല്ലെങ്കിൽ ഇൻ ഓക്കെ. കേസ് അവർ സർജിക്കലി ഇനി റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ തന്നെ, ഇൻ കേസ് ചിലതാണെങ്കിൽ ഇപ്പോൾ ക്യാൻസറസ് ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ നമ്മളത് സർജിക്കലി റിമൂവ് ചെയ്യാൻ റിമൂവ് പറയും. ചെയ്യണം. ഓക്കെ. അതല്ലാത്തതാണെങ്കിൽ അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി മാത്രം അവർക്ക് ആ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാർ ഈ നമുക്ക് ഈ ആ രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമോ? ഇത് ബേസിക്കലി ഈ മുഴയിലോട്ടുള്ള രക്തക്കുഴലുകളാണ് നമ്മൾ ബ്ലോക്ക് ഓക്കെ. ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ തൈറോയിഡിൻ്റെ രക്തോട്ടം നിലനിർത്താൻ വേണ്ടി ഒരു രക്തക്കുഴൽ നമ്മളവിടെ പ്രിസർവ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ ഓക്കെ. അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഫങ്ഷൻ നോർമലി വർക്ക് നോർമൽ. ചെയ്യും. ഓക്കെ. ഓക്കെ. അപ്പോൾ മുഴയിലോട്ടുള്ള രക്തോട്ടം ബ്ലോക്ക് ചെയ്ത് അത് ചുരുങ്ങും ചെയ്യും. എല്ലാ മുഴകളും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത് ചിലതൊക്കെ നോർമലി അങ്ങനെയുള്ള ഇത് തന്നെയാണോ? തൈറോയിഡ് ആക്ച്വലി നല്ലൊരു പെർസെൻറ്റേജ് മുഴകളും ബിനൈൻ, പ്രശ്നമില്ലാത്ത മുഴകളാണ്. ഓക്കെ. ബിനൈൻ നോഡ്യൂൾസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിലൊരു ട്രീറ്റ്മെൻറ്റിനൊരു ഇൻഡിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ മുഴകൾ ഇത് ബിനൈൻ പ്രശ്നമില്ലാത്ത മുഴകളാണെങ്കിൽ അത് രക്തോട്ടമുള്ള മുഴകളാണ്, അത് ഗ്രോ ചെയ്യും. അപ്പോൾ ഒരു പ്രോഗ്രസീവ് ഒരു ഗ്രോത്ത് കാണിക്കുകയാണ്, മനസ്സിലായില്ല. അപ്പോൾ അതല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു യങ് ഒരു ലേഡി ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു കോസ്മെറ്റിക് ഒരു കൺസേൺ ഉണ്ടാവും, മനസ്സിലായില്ല. അതെ. നമുക്ക് പുറത്തോട്ട് ചെറുതാണെങ്കിലും അത് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് അവർക്ക് ഒരു ഇഷ്യൂ ആയിരിക്കും. അവർക്ക് ഒരു കോൺഫിഡൻസും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു കോസ്മെറ്റിക് ഇൻഡിക്കേഷനാണ് ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ചിലവരാണെങ്കിൽ ഇപ്പോൾ മുഴകൾ കുറച്ച് ഗ്രോത്ത് വന്ന് അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വോയിസ് ചേഞ്ച് അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഇത് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ബേസിക്കലി ഇത് മുഴ ക്യാൻസറസ് ഗണത്തിൽ വരുന്നതല്ലെങ്കിൽ പോലും ഇതിന് അതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ന്യൂവർ ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനത്തെ നോഡ്യൂൾസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അവർക്ക് വലിയൊരു സർജറി ഒഴിവാക്കാം, പക്ഷേ അവരെ സിംറ്റംസ് നമുക്ക് റിലീവ് ചെയ്യുകയും ചെയ്യും. സ്ത്രീകളിലാണ് ഈ തൈറോയിഡ് രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ആൻഡ് ആണെങ്കിൽ തന്നെ എന്താണ് കാരണം? ഇത് ബേസിക്കലി ഫീമെയിൽസിലാണ് നമ്മൾ തൈറോയിഡ്, ഇപ്പോൾ ഗോയിറ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളാണെങ്കിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ബേസിക്കലി ഇതെന്താ വെച്ചാൽ ഒരു ഹോർമോണല്ല, നമുക്ക് അറിയാമല്ലോ ഈ ഹോർമോൺ റിലേറ്റഡ് ചേഞ്ചസ്. അത് തൈറോയിഡും ഒരു എൻഡോക്രൈൻ ഓർഗൻ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് അതാണ് ഈ ഫീമെയിൽസിൽ കൂടുതൽ കാണാൻ കാരണം. അതേപോലെ തന്നെ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, തൈറോയിഡിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ അതും ഈ ഫീമെയിൽസിലാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഫീമെയിൽസിൽ തൈറോയിഡ് റിലേറ്റഡ് അസുഖങ്ങൾ കോമൺ ആയിട്ട് കാണുന്നത്. സർ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ തൈറോയ്ഡ് അസുഖങ്ങൾ വന്നാൽ അവർ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഉണ്ടോ? ഈ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അധികം നമ്മൾ കാണുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പോൾ ആ കേസിൽ ആക്ച്വലി നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി നമുക്ക് ബോഡിക്ക് വേണ്ട രീതിയിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്നില്ല, തൈറോയ്ഡ് ഹോർമോൺസ്. അപ്പോൾ അത് നമ്മൾ ബേസിക്കലി ആ കഴിക്കുന്നത് നമ്മൾ ഗുളികയായിട്ട് കാണണ്ട, അത് തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ ബോഡി ഇനഫ് സപ്ലിമെൻറ്റേഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ എക്സ്റ്റേണലി നമ്മൾ അത് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഗുളികയായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ കുറവുള്ള ഒരു ഹോർമോൺ നമ്മൾ എടുക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അത് പലരും അത് ലൈഫ് ലോങ് ആയിട്ട് തന്നെ കഴിക്കേണ്ട ഒന്നാണ്. കാരണം യൂഷ്വലി ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അത് എപ്പോഴും നമ്മൾ
ഇതിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോസ് വേരി ചെയ്ത് നമുക്ക് മോണിറ്റർ ചെയ്ത് പോവാം, പക്ഷെ പലപ്പോഴും അത് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. ശരിക്കും ഹോർമോൺ തന്നെയാണ് ആ, കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ ഓക്കെ.